അപ്പോൾ ലാക്ടേഷന്റെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ, ലാക്ടേഷൻ എന്ന് പറഞ്ഞ ഒരു മദറിനെ സംബന്ധിച്ച്, ഫീമെയിലിനെ വുമനെ സംബന്ധിച്ച് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് പ്രഗ്നൻസി പോലെ തന്നെ. കാരണം ആ ഒരു സമയത്ത് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, കെയറിങ് ആൻഡ് റിയറിങ് ഓഫ് ചൈൽഡ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ദ മദർ നീഡ്സ് ലോട്ട് ഓഫ് എക്സ്ട്രാ ന്യൂട്രിയൻസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബേബി ഇൻ അഡീഷൻ ടു ഹെയർ ഓൺ റിക്വയർമെന്റ്. സ്വന്തം കാര്യത്തിനുള്ള എനർജി വേണം കുഞ്ഞിന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു എനർജി, ന്യൂട്രിയൻസും ആ ഒരു സമയത്ത് വേണം. സാധാരണ ഒരു നോർമലി ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അറൌണ്ട് 850 ml ആണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് മിൽക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ആ ഒരു ന്യൂട്രിയന്റ് റിക്വയർമെന്റ്സിൽ കുറവ് വരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ 850 ml എന്ന് പറയുന്നത് കുറയും. അപ്പോൾ വളരെയധികം സിവിയർലി മാൽ ന്യൂട്രീഷൻ ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പകുതിയായിട്ട് അത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ന്യൂട്രിയന്റ് റിക്വയർമെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കാര്യം. അതായത് ആവശ്യത്തിന് ഭക്ഷണം ആ സമയത്ത് അമ്മയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ഇറ്റ് ക്യാൻ എഫക്ട് ദ വോളിയം ഓഫ് ദ മിൽക്ക് ആൻഡ് ഓൾസോ ദ കണ്ടന്റ് ഓഫ് ദ മിൽക്ക്. അതെല്ലാം ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ എന്താണ് ഒന്ന് ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് ക്വാളിറ്റി ഓഫ് ദ മിൽക്ക്, രണ്ട് രീതിയിലും അത് എഫക്ട് ചെയ്യും. ക്വാളിറ്റി എഫക്ട് ചെയ്യും, രണ്ട് ക്വാളിറ്റീനെയും അത് എഫക്ട് ചെയ്യും. ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ ഒരു ഇംപ്രോപ്പർ ന്യൂട്രീഷൻ ലാക്ടേറ്റിംഗ് മദറിനെ എഫക്ട് ചെയ്യുന്നത്. ഇനി മിക്കവാറും സാഹചര്യങ്ങളിൽ even if the mother is not taking enough amount of food, usually what happens is that body will be resorting to the reserve food material like fat stored in her body, produce the milk. അപ്പൊ അങ്ങനെ വരുമ്പോ അമ്മയ്ക്ക് മിൽക്കിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വലിയ ഇമ്പാക്ട് ആദ്യകാലങ്ങളിൽ ഉണ്ടാവില്ല. കാരണം ആദ്യകാലങ്ങളിൽ അമ്മയുടെ ഫാറ്റ് എല്ലാം കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. അപ്പൊ കുഞ്ഞ് സഫർ ചെയ്തില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും ഒരു നേച്ചറിന്റെ ഒരു പ്രിഫറൻസ് യങ്ങർ ജനറേഷനാണ്. യങ്ങർ ജനറേഷന്റെ കാര്യങ്ങളാണ് അത് എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു രീതിയിലാണ് നേച്ചറിന്റെ ഒരു പ്രത്യേകത ഈ ഒരു കേസിൽ. അപ്പൊ അതുകൊണ്ട് കുറച്ചു നാള് ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അത് ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ വലിയൊരു വ്യത്യാസം വരുന്നില്ല. പക്ഷെ ഇഫ് ദർ ഈസ് എ കണ്ടിന്യൂഡ് മാൽ ന്യൂട്രീഷൻ ദാറ്റ് ക്യാൻ എഫക്ട് ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് ക്വാളിറ്റി ഓഫ് ദ മിൽക്ക് പ്രൊഡ്യൂസർ. ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ പോലും പ്രോട്ടീൻ, കാൽസ്യം, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഇതിനൊന്നും കാര്യമായിട്ട് മാറ്റം വരാറില്ല അമ്മയ്ക്ക് മാൽന്യൂട്രീഷൻ. കാരണം അമ്മ മാൽന്യൂട്രീഷൻ ആണെങ്കിൽ പോലും അമ്മയുടെ റിസർവ് ബോഡി ബോൺസിൽ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യം എല്ലാം അതെടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അമ്മയുടെ ശരീരം സഫർ ചെയ്യും, പക്ഷെ കുഞ്ഞിന് വലിയ പ്രോബ്ലം ഇല്ലാതെ അങ്ങ് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, നേച്ചർ ഓൾവേസ് ഈ ഫസ്റ്റ് പ്രിഫറൻസ് ടു ദ യങ്ങർ ജനറേഷൻ ഓർ നെക്സ്റ്റ് ജനറേഷൻ. അത് നേച്ചറിന്റെ ഒരു കോമൺ പോളിസിയാണ് എല്ലാ രീതിയിലും. ഇതാണ് എന്താണ് ന്യൂട്രിയന്റ് ലാക്ടേഷന്റെ ഒരു ഇനിയുണ്ട്. ലാക്ടേഷനിലും എന്തുമാത്രം എനർജി ഒരു സ്ത്രീക്ക് ആവശ്യമാണ്, ഒരു ലാക്ടേറ്റിംഗ് മദറിന് ഹൗ മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈസ് നീഡഡ്. അതുകൊണ്ട് 550 kcal ആണ് എക്സസ് ആയിട്ട് വേണ്ടി വരുന്നത്. നോർമൽ ആയിട്ടുള്ള റിക്വയർമെന്റിലും ഒരു 550 kcal ഓഫ് എനർജി മദർ നീഡ്സ്. അപ്പോ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു സെറ്റപ്പ് മിക്കവാറും വലിയൊരു ശതമാനം അമ്മമാരും ഒരു 6 മാസം കഴിഞ്ഞും ലാക്ടേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് ഒരു അഡീഷണൽ 400 kcal പെർ ഡേ. കാരണം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് നമ്മൾ തുടങ്ങും. അപ്പൊ ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് അത് 6 മാസം വരെ മിക്കവാറും കംപ്ലീറ്റ്ലി ദ ചൈൽഡ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ മദേഴ്സ് മിൽക്ക്. അമ്മയിൽ നിന്ന് പാലിൽ നിന്ന് തന്നെയാണ് അത് കുഞ്ഞ് അതിന്റെ എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മിൽക്കിനോടുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കുറച്ച് കുറയും.
കുഞ്ഞ് കുറച്ച് മിൽക്കും കുറച്ച് മറ്റുള്ള സോളിഡ് ഫുഡായിട്ടുള്ള ഫുഡും കഴിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അധികം ഒരു റിക്വയർമെന്റ് അമ്മയ്ക്ക് വരുന്നില്ല. ഈ പറഞ്ഞ പോലെ 550 കിലോ കലോറീസ് വരുന്നില്ല. സോ ആഫ്റ്റർ 6 months ദർ ഈസ് എ ലെസ് റിക്വയർമെന്റ്. ലെസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വ്യത്യാസം. അതുകൊണ്ട് 400 കിലോ കലോറീസ് ആണ് എക്സസ് ആയിട്ട് 6 to 12 months വരെയുള്ള വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും ഭക്ഷണം കഴിക്കുന്നതല്ല പ്രധാനം. ഭക്ഷണം എന്തെങ്കിലും വാരി വലിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ് പ്രധാനമായിട്ട് ശരീരത്തിന് വേണ്ടത് അത് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി ആയിരിക്കണം. പ്രത്യേകിച്ച് പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഡെഫിഷ്യൻസി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അത് കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം. പിന്നെ അഡീഷണൽ പ്രോട്ടീൻ റിക്വയർമെന്റ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മദർ നീഡ്സ് ആൻ അഡീഷണൽ നിയർ 17 കിലോഗ്രാം പെർ ഡേ വേണം. അത്രയാണ് ഒരു പ്രോട്ടീന്റെ ഒരു അഡീഷണൽ. അപ്പൊ ഈ അഡീഷണൽ റിക്വയർമെന്റ് കിട്ടണമെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് മിൽക്കാണ് ഒരു പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം മിൽക്കിലുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, കാസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആണ് മദേഴ്സ് മിൽക്കിലും കാസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഇത്തരം പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മിൽക്ക് ധാരാളമായിട്ട് ചെല്ലണം. അപ്പൊ ഏതാണ്ട് ഒരു 500 ഒരു ലാക്ടേറ്റ് മദർ ഒരു ദിവസം ഒരു 500 ml നിയർലി 1/2 ലിറ്ററോളം പാല് കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ റിക്വയർമെന്റ്, ഇപ്പൊ ഈ പ്രോട്ടീൻ്റെ ആ ഒരു എന്താ കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി റിഡക്ഷൻ ഇൻ മിൽക്ക് വോളിയം. പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിൽ കുറവ് നമുക്ക് ഫീൽ ചെയ്യാതെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആവശ്യത്തിന് പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഇല്ലെങ്കിൽ എന്താ പറയാ, ഈ മിൽക്കിന്റെ ക്വാണ്ടിറ്റിനെയും ക്വാളിറ്റിനെയും, ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് ക്വാളിറ്റി ബോത്ത് വിൽ ബി എഫക്റ്റഡ്. ബട്ട് ഇൻ കേസ് ഓഫ് വെരി ലോ പ്രോട്ടീൻ ടേക്കൺ, പ്രൊപ്പോർഷൻ ഓഫ് കേസിൻ എന്ന് പറയുന്നതാണ് മിൽക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിന്റെ അളവിൽ കുറവ് കുഞ്ഞും ആ ഒരു സമയത്ത് സഫർ ചെയ്യുന്നവര് പ്രോട്ടീൻ. അപ്പോ പ്രധാനമായിട്ടും ഫുഡ് ഇൻടേക്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. അറൌണ്ട് 17 gram ഓഫ് പ്രോട്ടീൻ ആർ റിക്വയർഡ് പെർ ഡേ. ഇൻ എക്സസ് ആണ്. നോർമൽ റിക്വയർമെന്റിലും എല്ലാം എക്സ്ട്രാ ആയിട്ട് 17 kilogram ഓഫ് പ്രോട്ടീൻസ് ആണ് പെർ ഡേ വേണ്ടത്. ഇതാണ് പ്രോട്ടീന്റെ ഒരു റിക്വയർ. പിന്നെ എനർജിയുടെ കേസ് ഞാൻ പറഞ്ഞു, അഡീഷണൽ 550 ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 6 months ആൻഡ് ഡ്യൂറിംഗ് ദ 6 to 12 months ആൻഡ് അഡീഷണൽ 400 kilocalories ആണ്. ഇനി മറ്റൊന്നാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്താണ്, ഇതും വളരെയധികം ആവശ്യം. ഇതൊന്നും സാധാരണ രീതിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് കിട്ടണമെന്ന്, എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് മാത്രം കഴിച്ചുകൊണ്ട് ഇത് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോ ഇവിടെയും അഡീഷണൽ എന്താണ് ഇൻടേക്ക് ഓഫ് അഡീഷണൽ ഫാറ്റ് ഈസ് റെക്കമെൻഡ്. അപ്പോ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് കിട്ടാൻ, കാരണം ഫാറ്റിലാണ് ഈ ഫാറ്റി ആസിഡ്സ് പലതും അടങ്ങിയിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സും കിട്ടണം. ദിസ് ലെവൽ ഓഫ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു, കാരണം അമ്മയ്ക്ക് ആ ഒരു ലാക്ടേറ്റിംഗ് മദറിന് ആ ഒരു സമയത്ത് ഒരു ഹൈ എനർജി റിക്വയർമെന്റ് ഉണ്ട്. ആ ഹൈ എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സസ് ആയിട്ടുള്ള ഫാറ്റും ആവശ്യമാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇൻടേക്ക്. അത് കൂടാതെ there should be an extra amount of protein, there should be an extra amount of fat. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എക്സസ് എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അമ്മയ്ക്ക് ഉണ്ടാവുന്നു. ഇനി അടുത്തത് മറ്റുള്ള മിനറൽസിനെ കുറിച്ചും വൈറ്റമിൻസിനെ കുറിച്ചുമാണ് പറയുന്നത്. മിനറൽസും വൈറ്റമിൻസും എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ് എന്താണ് കാൽസ്യം എന്ന് പറയുന്നത്. അപ്പൊ കാൽസ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൽ ഏതാണ്ട് 30 milligram ഓഫ് കാൽസ്യം ആണ് ഒരു 100 ml ഓഫ് ബ്രസ്റ്റ് മിൽക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കാൽസ്യം അതിനകത്ത് ഉണ്ടാവണം. അത് കുഞ്ഞിന്റെ ഗ്രോത്തിന്, കാരണം കാൽസ്യം ആണ് പ്രധാനമായിട്ടും ബോൺസിന്റെ എല്ലാം വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കാൽസ്യം ആ മിൽക്കിൽ ഇല്ലെങ്കിൽ ദാറ്റ് ക്യാൻ എഫക്ട് ദ ഗ്രോത്ത് ഓഫ് ദ ബോൺ. ഗ്രോത്ത് ഓഫ് ദ ബോൺ എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഓഫ് ദ ചൈൽഡ് എല്ലാം എഫക്ട് ചെയ്യപ്പെടാം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ എന്താണ് കാൽസ്യം റിക്വയർമെന്റ് എന്ന് പറയുന്ന ഒരു അമ്മയ്ക്കൂടെ കാൽസ്യം റിക്വയർമെന്റ് എന്ന് പറയുന്നത് 1000 milligram പെർ ഡേ ആണ്. ഏതാണ്ട് അത്രയും മില്ലിഗ്രാം ആണ് വേണ്ടത്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 500 ml ഓഫ് മിൽക്ക് ഓർ മിൽക്ക് പ്രോഡക്ട്സ്. ഇത്രയും ഈ 1000 milligram കാൽസ്യം കിട്ടണമെങ്കിൽ അമ്മ ഒരു അര ലിറ്ററോളം മിൽക്കോ മിൽക്ക് റിലേറ്റഡ് പ്രോഡക്റ്റോ മിൽക്ക് അപ്പൊ അങ്ങനെയുള്ളത് കൺസ്യൂം ഒരു ദിവസം കഴിച്ചിരിക്കണം. എങ്കിലും മാത്രമേ ഈ 1000 milligram ഓഫ് കാൽസ്യം കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് കാൽസ്യം. അപ്പൊ കാൽസ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് കാൽസ്യം ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അയണിന്റെ കേസ് കഴിഞ്ഞ ലാസ്റ്റ് തവണ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കാരണം അയൺ എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിഷ്യൻസി വന്നാൽ എന്ത് സംഭവിക്കും? അയൺ ആണ് ഹിമോഗ്ലോബിന്റെ ഫോർമേഷന് കാരണമായിട്ട് വരുന്നത്. ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് അയൺ, അയണിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹിമോഗ്ലോബിൻ ഫോർമേഷൻ ഉണ്ടാവില്ല. There will not be enough amount of blood. If there is not enough amount of blood, that will be affecting the transport of oxygen, transport of carbon dioxide, transport of all the nutrients. ബ്ലഡ് ആണ് ബ്ലഡിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും. ഇതാണ് അയണിന്റെ ഡെഫിഷ്യൻസി സംഭവിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു സമയത്ത് അയൺ എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രഗ്നൻസിയുടെ സമയത്തും അയൺ ധാരാളമായിട്ടും വരുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരു റിക്വയർമെന്റ് ഒന്നും ഈ സമയത്തില്ല. ദർ ഇസ് നോ അഡീഷണൽ റിക്വയർമെന്റ് ഓഫ് അയൺ. നോർമലി ഒരു ആൾക്ക് സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള അയൺ റിക്വയർമെന്റ്സ് തന്നെയാണ് ഈ ഒരു സമയത്ത് അയണിന്റെ ഒത്തിരി എക്സസ് ആയിട്ടുള്ള അയൺ ഈ ഒരു സമയത്ത് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് എടുത്തു കഴിഞ്ഞാൽ പല വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, B1, B2, B3, C ആൻഡ് ഫോളിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B12. ഇതൊക്കെയാണ് മേജർ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻസ് ആവശ്യത്തിന് കിട്ടണം. ഈ വൈറ്റമിൻസ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. കാരണം വെജിറ്റബിൾസിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം അതുപോലെ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക. കാരണം ഫ്രഷ് ഫ്രൂട്ട്സ് എന്നൊക്കെയാണ് നമുക്ക് ഇത്തരം വൈറ്റമിൻസ് ഏറ്റവും അധികം കിട്ടുന്നത്. അപ്പൊ ആ ഫ്രൂട്ട്സിന്റെ ഇൻടേക്കിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇൻടേക്ക് കൂടുക. അതിപ്പോ പലപ്പോഴും അത് സാധിക്കാത്ത സാഹചര്യങ്ങളായതുകൊണ്ടാണ് പലപ്പോഴും എക്സസ് ആയിട്ട് വൈറ്റമിൻ ടോണിക്കുകളും മറ്റൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരുന്നത്. വൈറ്റമിന്റെ ഒരു റിക്വയർമെന്റ് കൂടുതലായിട്ട് ഈ ഒരു സമയത്തുണ്ട്. അത് മീറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഫുഡ് നമ്മൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കാൽസ്യത്തിന്റെ റിക്വയർമെന്റ് വളരെയാണ്. കാരണം കാൽസ്യം വളരെയധികം ആവശ്യമായിട്ടുള്ള, കാരണം ഒരു 1000 milligram ഓഫ് കാൽസ്യമാണ് എക്സസ് ആയിട്ട് വരുന്നത്. ഇത്രയും കാൽസ്യം കിട്ടണമെങ്കിലും അതുപോലെ പ്രോട്ടീൻ എല്ലാം കിട്ടണമെങ്കിലും ധാരാളം മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാവും. ഇവിടെ പലതും കാണിച്ചിട്ടുണ്ട്, ബട്ടർ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മിൽക്ക് പ്രോഡക്ട്സ് ധാരാളമായിട്ട് കഴിക്കണം. അതിലാണ് ഈ കാൽസ്യവും അതുപോലെ പ്രോട്ടീനും ഒക്കെ ധാരാളം കിട്ടുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ എഗ് കഴിച്ചാലും അതിൻ്റെ അകത്തൊക്കെ ധാരാളം കാൽസ്യം ഉണ്ട്. ഇനി ഒരു എന്തൊക്കെയാണ് ഒരു നോർമൽ ഒരു അമ്മ ശ്രദ്ധിക്കേണ്ടത്? അതിനെക്കുറിച്ച് എന്താ? പ്ലെന്റി ഓഫ് ബിവറേജസ് ലൈക്ക് സൂപ്സ് ആൻഡ് മിൽക്ക്. നേരത്തെ പറഞ്ഞത് മിൽക്കിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെയാണ് സൂപ്പ്. അതും കൂടുതലും ഈ മിനറൽസ് ഒക്കെ ധാരാളമായിട്ട്, ഫാറ്റി ആസിഡ് എല്ലാം ധാരാളം സൂപ്പിലെല്ലാം ഉണ്ടാവും. ജ്യൂസസ്, വാട്ടർ, ഇഷ്ടംമാരെ വെള്ളം കുടിക്കണം. കാരണം വെള്ളത്തിൽ ഒരു ഷോർട്ടേജ് ഒരു കാരണവശാലും വരും. വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എന്ന് വെച്ച് അത് കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് ഡീഹൈഡ്രേഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. ദെൻ ഫ്രഷ് ഫ്രൂട്ട്സ്, ഞാൻ പറഞ്ഞു ഫ്രഷ് ഫ്രൂട്ട്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് വൈറ്റമിൻസും മിനറൽസും വേണ്ടിയാണ്. ദെൻ എഗ്സ്, പനീർ, ചിക്കൻ, ഫിഷ് ഇതെല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഡ്രൈ ഫ്രൂട്ട്സ് പൊതുവെ നമ്മുടെ ഒരു നേച്ചർ അനുസരിച്ച് നമ്മൾ അധികം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ഇതല്ല. ഒന്നാമത് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടില് കോമൺ അല്ല. കോറൻ ഡ്രൈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്ന ഈന്തപ്പഴം, ഡേറ്റ്സ്, അല്ലെങ്കിൽ ബദാം, അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ നാട്ടിൽ വളരാത്ത സംഭവം ആയതുകൊണ്ട് പൊതുവെ അത് കോസ്റ്റ്ലി ആണ്. പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള പ്രദേശത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് പൊതുവെ അത് വളരെ ന്യൂട്രീഷണൽ ആണ്. ഒരുപാട് ദോഷങ്ങളും ഇല്ല. ശരീരത്തിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വസ്തുക്കളാണ്. പ്രത്യേകിച്ച് ഡേറ്റ്സ്, അതുപോലെ ബദാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ വളരെ ഇതായിട്ട്, അപ്പൊ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു സമയത്ത് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. ദെൻ വെജിറ്റബിൾസ് ആൻഡ് സലാഡ്, ഇതെല്ലാം അതുപോലെ സലാഡ് അതും ഈ വെജിറ്റബിൾസിന്റെ പലപ്പോഴും കുക്ക് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. സലാഡിന്റെ ഒരു പ്രത്യേകത, അത് ഏകദേശം
അൺകുക്ക്ഡ് ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ധാരാളം വൈറ്റമിൻസും മിനറൽസും കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇതിലും നമ്മൾ വളരെ പിന്നിലാണ്. നമ്മുടെ ഒരു നോർമൽ മെനു നോക്കിയിട്ടുണ്ടെങ്കിൽ സലാഡിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ മിക്കവാറും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫുഡ് കഴിക്കുമ്പോഴും അതിന്റെ കൂടെ അവർ കുറച്ച് പച്ചില പോലെ എന്തെങ്കിലും സാധനം ഒരു ചവച്ചരച്ച് കഴിക്കുന്നത് കാണാൻ പറ്റും. അത് വളരെയധികം ഒരു മസ്റ്റ് ആണ് അവർക്കും. അപ്പൊ അങ്ങനെ ഒരു നേച്ചർ നമുക്കില്ല. അപ്പൊ അത് നമ്മുടെ എന്താ പറയുക വൈറ്റമിന്റെയും മിനറൽസിന്റെയും ഒക്കെ ഡെഫിഷ്യൻസിക്ക് കാരണമാവാൻ സാധ്യതയുണ്ട്. ദെൻ ഈറ്റ് മോർ ഓഫ് ഹോൾ ഗ്രെയിൻസ് ആൻഡ് സീരിയൽസ്, ധാരാളം ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കഴിക്കുക. ദെൻ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്, അതിൻ്റെ അകത്ത് മിൽക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആയിട്ട് സഹായിക്കുന്ന മേഥി സീഡ്സ്, ഫെന്നൽ, ഇതെല്ലാം എനിക്കിന്റെ അജ്വൈൻ സീഡ്സ്, ഇത് ചിലതെല്ലാം ഹിന്ദി നോർത്ത് ഇന്ത്യ ലാംഗ്വേജിനും കൂടി ചേർത്താണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ധാരാളമായിട്ട് നമ്മൾ കഴിക്കുന്നത് മിൽക്കിന്റെ പ്രൊഡക്ഷനെയും വോളിയത്തിനെയൊക്കെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇനി ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒരു ജനറൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എപ്പോ തൊട്ട് മിൽക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പറഞ്ഞു. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രഗ്നൻസി, ഓൺ ദ ഫസ്റ്റ് അവർ ഇറ്റ് സെൽഫ് the lactation should be started. അപ്പൊ അതാണ് റെക്കമെൻഡഡ് ദാറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ബിഗിൻ വിത്തിൻ ഫസ്റ്റ് അവർ ഓഫ് ദ ബേബീസ്. അത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഏസ് ഏർലി ആസ് പോസിബിൾ, ചില സാഹചര്യത്തിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് നോർമൽ, ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ഫസ്റ്റ് അവർ ഇറ്റ് സെൽഫ്. ഇനി എന്താണ് ഡ്യൂറിങ് എത്രമാത്രം കുഞ്ഞുങ്ങൾ പാല് കുടിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയാണ് ഇവിടെ തരുന്നത്. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫ്യൂ വീക്സ് ബേബി മേ നീഡ്സ് റഫ്ലി എവറി 2 to 3 hours. എന്തുമാത്രമാണ് കുഞ്ഞ് പാല് കുടിക്കുന്നത്? 2 to 3 hours ആണ് ഒരു ദിവസം അത് കുടിക്കുന്നത്. ആൻഡ് ഒരു മൊത്തം 3 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം 24 മണിക്കൂറിൽ. അതിന്റെ ഒരു സാധാരണ ഒരു സമയം 10 to 15 minutes ആണ് ഒരു സമയം ഒരു കുഞ്ഞ് പാല് കുടിക്കാനായിട്ട്. ഇതൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ് ആ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. ദെൻ ചില സാഹചര്യത്തിൽ വർക്കിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോകേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന്റെ പാലിന്റെ റിക്വയർമെന്റ് കുറയാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചില ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ബ്രസ്റ്റ് പമ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കിട്ടും. അപ്പൊ അത് വെച്ച് പാല് സക്ക് ചെയ്തെടുത്തിട്ട് അത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അത് അങ്ങനത്തെ ആ പാല് പിന്നെ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് കുഞ്ഞിന് കൊടുക്കാം. അതാണ് ഒരു ബോട്ടിൽ ഫീഡിങ് ആയിട്ടുള്ള മറ്റുള്ള ആർട്ടിഫിഷ്യൽ മിൽക്ക് കൊടുക്കുന്നതിലൊക്കെ എന്തുകൊണ്ടും സേഫ്. അത് അമ്മയ്ക്കും നല്ലതാണ്, കുഞ്ഞിനും നല്ലത് അത് തന്നെയാണ്. എന്റെ അമ്മയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. ഇനി ബ്രസ്റ്റ് ഫീഡിങ് ഹാസ് നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ടു ബോത്ത് മദർ ആൻഡ് ബേബി വിച്ച് ഇൻഫന്റ് ഫോർമുല ലാക്സ്. അതാണ് ഇൻഫന്റ് ഫോർമുല, അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് പൗഡർ ഉപയോഗിച്ചുണ്ടാക്കുന്ന മിൽക്കിന് ഇല്ലാത്ത പല അഡ്വാൻറ്റേജസും ബ്രസ്റ്റ് മിൽക്കിനുണ്ട്. അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് ഒരു സാഹചര്യത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. കണ്ടോ, ഏതാണ്ട് 8,20,000 ചിൽഡ്രൻ ആർ ഡൈയിങ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ അഭാവം കൊണ്ട് ഏകദേശം 8 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ്, അതിലും കൂടുതലായിരിക്കാം കണക്ക്. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഒരു കുറവ് കൊണ്ട്. കാരണം ബ്രസ്റ്റ് ഫീഡിങ് ആണ് കുഞ്ഞിന് വേണ്ടത്ര നറിഷ്മെന്റും ഇമ്മ്യൂണിറ്റിയും ഒക്കെ നൽകുന്നത്. ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ മറ്റുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് കുഞ്ഞിന് പല രീതിയിലും ഹെൽപ്ഫുൾ ആണ്. ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് കാരണം കുഞ്ഞിന്റെ ആ ഒരു റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, ഡയേറിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം പലപ്പോഴും ഈ ഇൻഫന്റ് ഫോർമുല അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ഉപയോഗിച്ചുള്ള മിൽക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ സ്റ്റൊമക്കിനും ഇൻഡസ്റ്റൈനും അത് ശരിയായിട്ട് പറ്റുന്നതായിരിക്കില്ല. സ്വാഭാവികമായും കുഞ്ഞിന് വയറിനെ സംബന്ധിക്കുന്ന വയറിളക്കം പോലുള്ള ഡയേറിയ പോലുള്ള അസുഖങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഡയേറിയ വന്ന കുഞ്ഞ് പെട്ടെന്ന് വീക്കായി പോകും. അതുപോലെ തന്നെ ശ്വാസകോശ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന പല ചുമ, അങ്ങോട്ട് ബ്രോങ്കൈറ്റിസ്, ആസ്മ, അങ്ങനെയുള്ള അസുഖങ്ങൾ പലപ്പോഴും ഉണ്ടാകും. ഇതിൽ നിന്നെല്ലാം ഒരു പ്രൊട്ടക്ഷൻ പലപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് നൽകുന്നത്. ബ്രസ്റ്റ് മിൽക്ക് നൽകുന്ന ആ ഒരു സമയത്ത് കുഞ്ഞിന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല.
അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അത് എന്നാണ് നിങ്ങൾ അതിൽ നിന്നും മാറി ഒരു സെമി സോളിഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അന്ന് തൊട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം കൂടി വരും. അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ അറിയാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫുഡിൽ എവിടെയാണോ പ്രോബ്ലം എന്ന്. അപ്പൊ എത്ര കെയർഫുൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഈ പറഞ്ഞ സെമി സോളിഡ് ഫുഡിലൊക്കെ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടാവും. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ എല്ലാം വരാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ബാക്ടീരിയ കൂടുതൽ അതിന്റെ അകത്തോട്ട് പ്രവേശിക്കുന്നത്. ആ ബാക്ടീരിയയാണ് കുഞ്ഞിന് വയറിനും റെസ്പിറേറ്ററി ട്രാക്റ്റിനും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഇനി എന്താ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ മറ്റുള്ള റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ആസ്മയുടെ ചാൻസ് കുറയ്ക്കുന്നു, ഫുഡ് അലർജീസ് എന്നിവ കുറയ്ക്കുന്നു, ടൈപ്പ് 1 ഡയബറ്റിസ്, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് ആണ് ടൈപ്പ് 1 ഡയബറ്റിസ്. അതുപോലെ ചില രീതിയിലുള്ള ബ്ലഡ് ക്യാൻസർ വരുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെ ഒത്തിരിയധികം ബെനിഫിറ്റ്സ് കുഞ്ഞിനുണ്ട്. അതുപോലെ മറ്റു നോക്കിയാൽ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ബ്രെയിനിന്റെയും ഇന്റലക്ച്വൽ ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റിനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡിക്രീസ് ദ റിസ്ക് ഓഫ് ഒബീസിറ്റി, കാരണം പ്രായമാവുമ്പോൾ വണ്ണം വെച്ച് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ശരിയായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ഒബീസിറ്റി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ള ഒരു ബെനിഫിറ്റ് കൂടി ഇതിനകത്തുണ്ട്. ഇനിയിപ്പോ ഇത് കുഞ്ഞിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബട്ട് മദർ ഓൾസോ ബെനിഫിറ്റ്സ്. കാരണം ഒരു അഡ്വാൻറ്റേജ് മദറിനെ സംബന്ധിച്ച് ലെസ് ബ്ലഡ് ഫ്ലോ. കാരണം യൂട്രസ് പ്രഗ്നൻസി കഴിഞ്ഞ് പലപ്പോഴും യൂട്രസിൽ നിന്ന് കുറച്ച് നാളത്തേക്കും പിന്നെ ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പൊ അത് പീരീഡ്സ് സംഭവിക്കുന്ന പോലെ തന്നെ ഒരു ലോസ് ഓഫ് ബ്ലഡ് ഉണ്ടാവും. അത് കുറയ്ക്കാൻ ആയിട്ട് വലിയൊരു പതിവ്. കാരണം ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോ മോർ ദ മദർ ബ്രസ്റ്റ് ഫീഡ്, more amount of oxytocin is produced and more shrinkage or more contraction of the uterus will be taking place. അപ്പൊ അതിന് ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ചില സ്ത്രീകളിൽ പ്രഗ്നൻസി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു തരം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നാ പറയുന്നത്. ഒരു എന്താ പറയുക ഡിപ്രസ്ഡ് അവസ്ഥയിലോട്ട് അപൂർവം, എല്ലാവരും അല്ല, അപൂർവം കുറച്ച് സ്ത്രീകൾ പോകാറുണ്ട്. അങ്ങനെ അത്ര അൺകോമൺ അല്ല. അപ്പൊ അങ്ങനെയുള്ള ഇത് വരാതിരിക്കാനും ഒക്കെ ഇത് ബ്രസ്റ്റ് ഫീഡിങ്, കാരണം ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആണെങ്കിലും ഇറ്റ് ഇംപ്രൂവ്സ് ദ ഇമോഷണൽ ബോണ്ടിങ് ബിറ്റ്വീൻ മദർ ആൻഡ് ദ ചൈൽഡ്. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായും ഈ ഇത്തരം ഡിപ്രഷൻ വരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറയുന്നുണ്ട്. ദെൻ വേറെ ചില അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് ഓക്സിറ്റോസിനും പ്രൊലാക്റ്റിനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് ഒരു ലാക്ടേഷണൽ ഇമ്മിനേറിയ, ആ ഒരു സമയത്ത് മെൻസ്ട്രൽ സൈക്കിള് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് എന്തുമാത്രം സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടോ അത്രയും സമയത്ത് ഈ മെൻസ്ട്രൽ സൈക്കിള് പീരീഡ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ചില സാഹചര്യങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമോ, ഒരു വയസ്സ് പോലും ഗ്യാപ്പ് ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞുങ്ങളൊക്കെ വരുന്നത്. അത് അമ്മയ്ക്കും ഭയങ്കര ഫിസിയോളജിക്കൽ സ്ട്രെയിൻ ആണ്. ഭാവിയിൽ അത് ഒരുപാട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഒരേ സമയത്ത് പഠിപ്പിക്കുകയും ഒരേ സമയത്ത് കല്യാണം കഴിപ്പിക്കുകയും ഒരേ സമയത്ത് ജോലിയിൽ എല്ലാം വളരെ ഒരു ലൈഫ് ലോങ് ഒരു സ്ട്രെസ് തന്നെയായിരിക്കും. ഒരുപാട് കാശുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല. പക്ഷെ കാശില്ലാത്ത ഫാമിലികളിലാണ് പലപ്പോഴും കൂടുതൽ കാണുന്നത്, കാരണം അവരുടെ ഒരു ഇഗ്നോറൻസ് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ കുറെയൊക്കെ ഈ ബ്രസ്റ്റ് ഫീഡിങ് ചിലപ്പോൾ സഹായിക്കുന്നതായിട്ടാണ് പറയുന്നത്. ദെൻ ലോങ് ടേം ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും അമ്മയ്ക്കുള്ള ഡിക്രീസ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ഇന്നിപ്പോ ബ്രസ്റ്റ് ക്യാൻസർ പലപ്പോഴും കോമൺ ആയി വരുന്ന ഒരു സാഹചര്യമാണ്. പല ഫാമിലികളിലും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഉണ്ടെന്ന്. പക്ഷെ ബ്രസ്റ്റ് ഫീഡിങ് കോമൺ ആയിട്ടുള്ള ഒരു ഇതില് ആ സൊസൈറ്റികളിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ there is some relationship between breastfeeding and breast cancer. The more the women breastfeed, there is less the chance of getting a breast cancer. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അമ്മയ്ക്കുണ്ട്. അതുപോലെ ഹാർട്ട് സംബന്ധമായ ഡിസീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്,
റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള ഡിസീസ് ഒക്കെ വരുന്നത് പ്രിവെൻഷൻ എന്നും പ്രിവെന്റ് ചെയ്യാനും ബ്രസ്റ്റ് ഫീഡിങ് വലിയൊരു കാരണം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. അതിന് പ്രത്യേകിച്ച് പണച്ചെലവൊന്നുമില്ല, മര്യാദക്കുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. ഇത് നോക്കിയാൽ ഗ്ലോബലി അബൌട്ട് 51% ഇൻഫൻസ് ആർ ഓൺലി ബ്രസ്റ്റ് ഫീഡ്. അപ്പൊ നിങ്ങൾ നോക്കി ഇത്രയും ഒക്കെ നമ്മൾ പറയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് വളരെ കോമൺ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലോകത്തിന്റെ ഒരു കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് ഫീഡിങ് കിട്ടുന്നത് 51% ഓഫ് ഇൻഫൻസിനും മാത്രമാണ്. അപ്പൊ ബാക്കി വലിയൊരു ശതമാനം ആളുകൾക്കും കുഞ്ഞുങ്ങൾക്കും ബ്രസ്റ്റ് ഫീഡിങ് കിട്ടുന്നില്ല ആദ്യത്തെ 6 മാസത്തെ സമയങ്ങളിൽ. അപ്പൊ അത് പല രീതിയിലുള്ള രോഗങ്ങൾക്ക്, അതാണ് നേരത്തെ 8,20,000 ഡെത്ത്സ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ അഭാവം കൊണ്ട്, ലാക്ക് കൊണ്ട് ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ഇത്രയാണ് ഇപ്പോ നമ്മുടെ ഒരു ഡെവലപ്മെന്റിൽ ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കുള്ളത് മറ്റൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് ഡയറ്ററി ഫൈബറിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ന്യൂട്രീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡയറ്ററി ഫൈബർ. ഇപ്പൊ ഡയറ്ററി ഫൈബർ എടുത്തു കഴിഞ്ഞാല് സാധാരണ ഇതിൽ അങ്ങനെ ഈ ഫൈബറിന്റെ ഒരു ഇമ്പോർട്ടൻസ് പൊതുവെ കുറച്ച് കാണുന്ന ഒരു രീതിയാണ്. ഫൈബർ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് പലപ്പോഴും നമ്മൾ കഴിക്കാൻ ഒരു മടി കാണിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വം അല്ലാതെയൊക്കെ കഴിക്കാത്തൊരവസ്ഥ വരാറുണ്ട്. ഫൈബർ കൂടുതൽ കാണുന്നത് സീരിയൽസിലുണ്ട്, അരിയിലൊക്കെ അതിന്റെ പുറമേയുള്ള കോട്ടിങ്ങില് ഫൈബർ ഉണ്ട്. ഫ്രൂട്ട്സിൽ ധാരാളം ഉണ്ട്, പല രീതിയിലുള്ള വെജിറ്റബിൾസിലും ഒക്കെ ധാരാളം ഫൈബർ ഉണ്ട്. ഫൈബറിന്റെ ഒരു പ്രത്യേകത ദേ ആർ ഇൻഡൈജസ്റ്റബിൾ ആണ്. അതായത് സ്റ്റൊമക്കിൽ കൂടി പോകുമ്പോൾ ഈ ഫൈബർ ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യപ്പെടില്ല പൂർണ്ണമായിട്ട്. അത് ആ രീതിയിൽ തന്നെ, അവർക്ക് നാരുകൾ എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്, ആ നാരുകൾ ആ രീതിയിൽ തന്നെ കിടക്കും. അപ്പൊ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് അത് സ്റ്റൊമക്കിലുള്ള വെള്ളത്തിന്റെ അംശം കൂട്ടും. എന്തുമാത്രം നാരുകളോ ഫൈബർ നമ്മുടെ സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ഉണ്ടോ അത്രയും വാട്ടർ അവിടെ കീപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതാണ് ഫൈബറിന്റെ ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ്. എല്ലാ ഫൈബറും കാർബോഹൈഡ്രേറ്റ് കൊണ്ട് തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർ വർക്കിങ്ങിന് ഡയറ്ററി ഫൈബർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ ഗ്ലൂക്കോസിന്റെയും കൊളസ്ട്രോളിന്റെയും ഒക്കെ അളവ് ശരിയായ രീതിയിൽ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഡയറ്ററി ഫൈബർ വലിയ തോതിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോ ഡയറ്ററി ഫൈബറിന്റെ ഒത്തിരിയധികം അഡ്വാൻറ്റേജസ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് അതൊക്കെ ബവൽ ക്യാൻസർ, അതായത് ഇൻഡസ്റ്റൈനിനെ എഫക്ട് ചെയ്യുന്ന ക്യാൻസറുകളാണ്. അതെല്ലാം നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതലാണ്. കേരളത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പല അസുഖങ്ങളും നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠനങ്ങളെല്ലാം നടത്തി നോക്കുമ്പോൾ പ്രധാനമായും മനസ്സിലായിരിക്കുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഫുഡിൽ വരുന്ന അഡൽറ്ററൻസ് അല്ലെങ്കിൽ ഇതിൽ ചേർക്കുന്ന മായങ്ങള്, ഇതൊക്കെ നമ്മുടെ ക്യാൻസറിന്റെ ഡെവലപ്മെന്റിന് വളരെയധികം കാരണമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പലതും സൂചിപ്പിക്കുന്നത്. വളരെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലും പല രീതിയിലുള്ള മാഫിയ ഇൻഡസ്ട്രികളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മാഫിയയാണ് ഫുഡ് മാഫിയ എന്ന് പറയുന്നത്. നമ്മൾക്കൊരു മീനോ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു മീറ്റോ എന്ത് സാധനം നമ്മൾ വാങ്ങിയാലും അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡൽറ്ററൻസ് ഉണ്ടാവും, മായം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ബോഡീനെ പലപ്പോഴും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾക്ക് ഇത്തരം ക്യാൻസറുകൾ നമ്മുടെ നാട്ടില് കോമൺ ആയിട്ട് വരാനുള്ള പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ഡയറ്ററി ഫൈബർ ഡയബറ്റീസിന്റെ ഡെവലപ്മെന്റിലും ഹാർട്ട് ഡിസീസ് ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു ദിവസം നമ്മൾ ഏതാണ്ട് ഒരു 20 to 25 ഗ്രാം അത്രയൊക്കെ ഫൈബർ നമ്മുടെ ശരീരത്തിൽ ചെല്ലണം എന്നാണ് പറയുന്നത്. അഡൽറ്റ് ഷുഡ് എയിം ടു കൺസ്യൂം 25 to 30 ഗ്രാം. ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് ധാരാളം കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബറിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്, ഫൈബർ ഇൻഡസ്റ്റൈനിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഇൻഡസ്റ്റൈനിൽ ധാരാളം വാട്ടർ റിട്ടേൺ ചെയ്യും.
ഇൻഡസ്റ്റൈനിലെ വാട്ടറിന്റെ എമൗണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഫീക്കൽ മാറ്റർ വളരെയധികം ഹാർഡാവും. അത് എന്താണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാക്കുന്നതിന് കാരണമാവും. ഇതാണ് ഫൈബറിന്റെ വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫൈബർ റിച്ച് ഫുഡ് കഴിച്ചാലും മാത്രമേ ഇത്തരം കോൺസ്റ്റിപ്പേഷൻ വലിയൊരു പ്രശ്നമാണ്. പല ആളുകളുടെയും ഒരു വലിയൊരു പ്രോബ്ലമാണ് കോൺസ്റ്റിപ്പേഷൻ. അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത് ചെറിയ കാരണങ്ങൾ മതി അവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. അപ്പൊ പല ദിവസം തന്നെ പലതവണ ടോയ്ലറ്റിൽ ചെറിയ അങ്ങനെ ഒരു പോവുക, എപ്പോഴെപ്പോഴും സ്റ്റൊമക്ക് ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കുക. അതാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. അവർ ചെറിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവർക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഡയറിയ തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇതാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഈ അടുത്ത് ജപ്പാൻ പ്രധാനമന്ത്രി എന്താണ് അങ്ങേരുടെ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങേര് റിസൈൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അങ്ങേർക്ക് ഈ ഒരു ഡിസീസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത്. അങ്ങേര് വളരെയധികം യാത്രയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത് ഈ പണ്ട് ചെറുപ്പം തൊട്ടേ അയാൾക്ക് ഉണ്ടായിരുന്നു, പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അയാള് റിസൈൻ ചെയ്യാനുള്ള, ആ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അത് കൂടുതൽ അങ്ങേരുടെ ആരോഗ്യത്തെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടായിരുന്നു. അപ്പോ ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ചില ഫാമിലികളിലൊക്കെ അത് കാണാറുണ്ട്. ദെൻ ഡൈവർട്ടിക്കുലൈറ്റിസ്. ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിന്ന് ചില ഔട്ട് പോക്കറ്റ്സ് വരും. അതായത് ഇൻഡസ്റ്റൈനിൽ നിന്ന് കുറെ ചെറിയ പൗച്ചസ് സൈഡിലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു പൗച്ച് ഇടത്തൊക്കെ ധാരാളം ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മോഷന്റെ ഒരു പാസേജിനെയൊക്കെ ഇത് എഫക്ട് ചെയ്യും. ദെൻ ഹാർട്ട് ഡിസീസ്, സം കൈൻഡ് ഓഫ് ക്യാൻസർ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ലാക്ക് ഓഫ് ഫൈബർ പ്രധാനമായിട്ട് കാരണമാവുന്നുണ്ട്. ദെൻ ചിൽഡ്രൻ ഏജ് ബിറ്റ്വീൻ 4 and 8 18 gram ഓഫ് ഫൈബർ ആണ് അവർക്ക് വേണ്ടത്. ഗേൾസിന്റെ കേസിലാണ് 9 to 13 years ഉള്ള ഏജിനും 14 to 18 yearsന് 20 ഗ്രാമും 22 ഗ്രാമും ആണ് അവർക്ക് ആവശ്യം. ബോയ്സിന്റെ കേസിൽ ബിലോ 13 ആണെങ്കിൽ ഏതാണ്ട് 24ഉം, ബിറ്റ്വീൻ 14 to 18 ആണെങ്കിൽ 28 ഗ്രാമും ആണ് ഫൈബർ വരുന്നത്. അപ്പൊ ഫൈബർ അടങ്ങിയിരിക്കുന്ന ഫുഡൊക്കെയാണ് ഇവിടെ കാണിച്ചത്. ഉരുളക്കിഴങ്ങിലുണ്ട്, ഇതുപോലെയുള്ള സീഡ്സിലൊക്കെ ധാരാളം ഉണ്ട്, അതുപോലെ ധാന്യങ്ങളിൽ ധാരാളം ഉണ്ട്, പയറ് പോലുള്ള ഇതിൽ ധാരാളം ഉണ്ട്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വീട്ടിൽ എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും കഴിക്കണം. പലപ്പോഴും മീറ്റും ചിക്കനും അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രം കഴിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് എല്ലാം ഭാവിയിലുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങൾ കേൾക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ്, അതുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്ത് പോവുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോ. ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു അഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പല രീതിയിലും നിങ്ങളുടെ ലൈഫിനെ അത് എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് ഈ ഡയറ്ററി ഫൈബറിന്റെ ഒരു പ്രത്യേകത. ഇവിടെ നോക്കുക, എന്തെല്ലാം ഡയറ്റ് കൂടുതലായിട്ട് കാണുന്ന കുറച്ച് ഫുഡ് മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണുന്നത്. വെജിറ്റബിൾസിൽ പൊതുവെ ധാരാളം ഫൈബർ റിച്ച് ആണ്. പൊട്ടറ്റോസിലുണ്ട് ധാരാളം, ബ്രെഡിൽ അടങ്ങിയിട്ടുണ്ട്, എല്ലാ രീതിയിലുള്ള നട്ട്സ്. അതുകൊണ്ട് നട്ട്സ് ധാരാളമായിട്ട് കഴിക്കുന്നത്. അതുപോലെ ബ്രൗൺ റൈസിൽ ധാരാളം, അത് ഈ തവി മറ്റത് ആ മേലുള്ള കഴിയുന്നതാണ് വൈറ്റ് റൈസ് എടുക്കുന്നത്. അപ്പൊ ബ്രൗൺ റൈസിൽ ധാരാളം ഉണ്ട്, ഫ്രൂട്ട്സിൽ ധാരാളമായിട്ട് ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ദെൻ ഡൈജസ്റ്റ് സിസ്റ്റം ഈസ് അലൈൻഡ് ടു ദി മസിൽസ്. ഈ ഒരു സമയത്ത് ഫൈബർ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡൈജസ്റ്റ് ചെയ്യാത്ത ഭാഗങ്ങളാണ്. അപ്പൊ ദാറ്റ് വിൽ ഇൻക്രീസ് ദ ബൾക്ക് ഓഫ് ദി പീസസ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. അതായത് ഈ ഫൈബർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഫീക്കൽ മാറ്ററിൽ നിന്ന് ഉള്ള വെള്ളം മുഴുവനും വലിച്ചെടുക്കും ഇൻഡസ്റ്റൈൻ. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അത് കൂടുതൽ ഡ്രൈ ആവുകയും ഹാർഡ് ആവുകയും ഇൻഡസ്റ്റൈനിലേക്ക് രക്തത്തിൽ കൂടി പുറത്തേക്ക് പോകാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കണ്ടത് ഫൈബർ സോക്സ് അപ്പ് വാട്ടർ ലൈക്ക് എ സ്പഞ്ച്, സ്പോഞ്ച് പോലെ അത് വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫൈബർ ഉണ്ടാവുന്നു. എന്തുമാത്രം ഫൈബർ റിച്ച് ഫുഡാണോ നിങ്ങൾ കഴിക്കുന്നത് അത്രയും ഈസി ആയിരിക്കും നിങ്ങളുടെ ബവൽ മൂവ്മെന്റ്സും
കോൺസ്റ്റിപ്പേഷനും വരാനുള്ള സാധ്യതയൊക്കെ വളരെയധികം ഇത് കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്ലോയിങ് ഡൗൺ ദ എഫക്ട് എന്താണ് ഈ ഫൈബർ ഇല്ലെങ്കിലും സംഭവിക്കും, വാട്ടർ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും, കുറച്ച് സമയം കൊണ്ട് തന്നെ ഫുഡ് ഡൈജഷൻ എല്ലാം ഡൈജഷനും ഇൻഡസ്ട്രിയൽ കൂടെ പാസേജ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് കൂടുതൽ, ലാക്ക് ഓഫ് ഫൈബർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഫൈബറിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്.